ഞാൻ ഏത് വീഡിയോ ചെയ്യുമ്പോഴും ആ വീഡിയോയ്ക്ക് ആപ്റ്റായിട്ട് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന നോട്ടുണ്ടാവും. ആ നോട്ട് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷേ ഇനി ഞാൻ പോകാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾക്ക് മുൻകൂർ ഒരു റെക്കോർഡിൻ്റെ ആവശ്യമില്ല. കാരണം ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. അതെന്തുകൊണ്ടാണ് ഇന്ന് അല്ലെങ്കിൽ ഒരു റൈറ്റനില്ലാതെ ഞാൻ പറയേണ്ടി വരുന്നതെന്ന് വെച്ചാൽ, എല്ലാ പെൺപിള്ളേരുടെയും അല്ലെങ്കിൽ ആൺകുട്ടികളുടെ അവരുടെ പേരിന് മുൻപിലോ ശേഷമോ ഒന്നുകിൽ അവരുടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ പേര്. നോർമലി ഇതാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടി മാരീഡ് ആണെങ്കിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ പേര്. ഇപ്പം എനിക്ക് തോന്നുന്നത് കുറേയേറെ മാറിയിട്ടുണ്ട്. ഓക്കെ, പറയാൻ വന്നതൊന്നുമല്ല. എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. ഈ പറയുന്ന ഉണ്ണി എൻ്റെ അച്ഛനും എൻ്റെ ഹസ്ബൻഡും അല്ല. ഈ ഉണ്ണി എൻ്റെ ബ്രദറാണ്. ബ്രദർ മീൻസ് ഒരമ്മയുടെ വയറ്റിലുണ്ടായ 2 മക്കൾ. അവനും ഞാനും തമ്മിൽ 5 വയസ്സിന് വ്യത്യാസമുണ്ട്. ഈ കാണുന്ന ഈ വലിയ ശരീരമുള്ള ഈ കുഞ്ഞു മനുഷ്യനല്ലേ, ഇവൻ തന്നെയാണ് ഉണ്ണി. ഒരു അറിവാകുന്ന ഒരു പ്രായത്തിൽ ഞാൻ കണ്ടുവന്ന് വെച്ച് നോക്കുമ്പോൾ അവൻ്റെ ഒരു 20 വയസ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 15 വയസ്സുണ്ടാവും. ആ ഒരു ഏജിൽ അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും അവൻ അവൻ്റെ അനിയത്തിക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ശരിയാണ്, എല്ലാവർക്കും ഒരു തമാശയായിട്ട് തോന്നും. ഓക്കെ, ഇതൊക്കെ ഇവിടെ നടക്കാത്ത കാര്യങ്ങളാണോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇനി അങ്ങോട്ട് തൻ്റെ സ്വപ്നങ്ങളെ നടക്കില്ല എന്നറിഞ്ഞ ഒരാൾ അതിനെ വിട്ടുകൊടുക്കുക, അത് കുറച്ച് പാടാണ്. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ മുഖം കണ്ടാണോ അല്ലെങ്കിൽ എന്നെ ഓർത്തിട്ടാണോ, അവൻ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വാല്യൂ കൊടുത്തില്ല. അവിടെ അവൻ തിരിഞ്ഞു നോക്കിയത് എന്നെ മാത്രമാണ്. അവൻ്റെ ആ ഒരു പ്രായം മുതൽ അവൻ ജോലി ചെയ്യാൻ തുടങ്ങി. സ്കൂളിൻ്റെയൊക്കെ മുന്നിൽ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴും പൈസ ഇല്ലാതെ വെളിയിൽ നിൽക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ മുമ്പിൽ ഓടി വരുന്ന അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ പൈസ എനിക്ക് ഒപ്പിച്ചു തരുന്ന അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈഫ് അങ്ങനെയാണ് ചില കണ്ടീഷനിൽ. ഈ നിമിഷം വരെയും എനിക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റിയിട്ടില്ല അവന് വേണ്ടി. ഒരിക്കൽ പോലും അവന് നഷ്ടമായതിനെ പറ്റി അവൻ ആരോടും പരാതി പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നൊരു കുഞ്ഞു പെട്ടിയുണ്ട്. അതിനുള്ളിൽ അവൻ്റെ ആഗ്രഹങ്ങളുണ്ട്, അവൻ്റെ സ്വപ്നങ്ങളുണ്ട്, അവൻ ചെയ്യണമെന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. അവൻ വരയ്ക്കും, നല്ലതുപോലെ വരയ്ക്കും. ആ വരച്ച കുറേ പടങ്ങൾ ആ പെട്ടിക്കുള്ളിൽ ഇപ്പോഴും ഉണ്ട്. അവൻ കാണാതെ ഞാനത് എടുക്കാറുമുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പാവക്കുട്ടികളില്ലേ, അത്. എനിക്ക് തോന്നുന്നു ആ പാവക്കുട്ടികൾക്കും ഒരു 20-21 വയസ്സുണ്ടാകും ഇപ്പം, കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ അവൻ്റെ കുറച്ച് ആഗ്രഹങ്ങളും അവന് വേണമെന്ന് തോന്നി അവൻ സൂക്ഷിച്ചു വെച്ചതും, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും പ്രീഷ്യസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് ഇതെല്ലാം ഞാനിപ്പം ഇവിടെ പറയുന്നതെന്നല്ലേ, ഇന്ന് അവൻ്റെ പിറന്നാളാണ്. എല്ലാ പിറന്നാളിനും ഞാൻ അവനോടൊപ്പം ഉണ്ടാകാറില്ല. പക്ഷേ ഞാൻ ഒരുപാട് വില കൂടിയതായിട്ടൊന്നും അവന് വാങ്ങിക്കൊടുക്കാറില്ല. അവനത് ആഗ്രഹിക്കാറുമില്ല. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന എന്തും അവനതിന് ഭയങ്കര വാല്യൂ ആണ്. അത് ഇപ്പം നോക്കിയാലും അവൻ്റെ കയ്യിലുണ്ടാവും. എനിക്ക് നിന്നെ ഒരുപാട് നേരം ലോങ് ഹഗ് ചെയ്യണം എന്നുണ്ട്, ഒരുപാട് ഉമ്മ വെക്കണം എന്നുണ്ട്, ഒരുപാട് നേരം നിൻ്റെ കൂടെ ഇരിക്കണം എന്നുണ്ട്, നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്.